മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച പിണറായി സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച ലോക്കൽ കമ്മിറ്റികൾ. ഇതിന്റെ ഭാഗമായി വിവിധ ലോക്കൽ കമ്മിറ്റികൾ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കൽ, ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കൽ, അംഗനവാടി ജീവനക്കാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കൽ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രതിദിനം 50 രൂപ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിവിധ ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ LDF ഗവൺമെന്റിനെ അഭിവാദ്യമർപ്പിച്ചാണ് CPM മേലാട്ട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന യോഗത്തിൽ CPM മേലാട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. K സുഗുണപ്രകാശ്, V ശശിധരൻ, V കമലം, M സീതരവി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. ക്ഷേമ പെൻഷനുകൾ 1600 നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിക്കൽ, ആശാവർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കൽ, സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വേതനം 50 രൂപ വർദ്ധിപ്പിക്കൽ തുടങ്ങി ഒട്ടേറെ ജനോപകാര പദ്ധതികൾ നടപ്പിലാക്കിയ സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് CPIM പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തിയത്. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം 4 റോഡും ചുറ്റി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ഏരിയ സെന്റർ അംഗം K ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. 2016 അധികാരം വിട്ടൊഴിഞ്ഞു പോകുന്ന സമയത്ത് 100 രൂപ കൂട്ടി 500 രൂപ പെൻഷൻ 600 രൂപയാക്കി വർദ്ധിപ്പിച്ച് ആ വർദ്ധിപ്പിച്ചിട്ടുള്ള പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 18 മാസം പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടുള്ള ഗവൺമെന്റ് ആയിരുന്നു UDFന്റെ ഗവൺമെന്റെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്ന് ആ പെൻഷൻ 1000 വർദ്ധിപ്പിച്ചു, 1500 വർദ്ധിപ്പിച്ചു, 1600 വർദ്ധിപ്പിച്ചു. ഇപ്പോ 2000 വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും കൃത്യമായി എല്ലാ മാസവും കൊടുക്കുന്ന രീതിയിലേക്കുള്ള തീരുമാനം വന്നു. M ബാബുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P രാംദാസ്, സക്കീർ പൊടുവണ്ണി, PK സലാം, PK ബിജു, അഷറഫ് പിലാക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.